ഇതിപ്പോ SFIO ഒരു കമ്പനി ഫ്രോഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിചാരണയാണ്. പക്ഷേ മറ്റ് ഏജൻസികളും വരും എന്ന് BJP നേതാക്കൾ പറയുന്നു. അപ്പൊ നമ്മൾ 2021 മുമ്പ് കണ്ട അതേ സാഹചര്യം 2026 മുമ്പ് കാണുകയാണോ? നോക്കൂ അഭിലാഷ്, ഏജൻസികൾ വരുമോ വരില്ല എന്നുള്ളതൊന്നും നമുക്കൊരു ചർച്ചയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന് ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ആ കേസിൽ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ഏജൻസികളെ. കേരള മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ആ ക്ഷണിച്ചു വരുത്തിയതും പിന്നീട് സ്വയമേവ വന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഈ SFIയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഒരാഴ്ച മുമ്പ് കേരള ഹൈക്കോടതി മാത്യു കുഴൽനാടന്റെ ഹർജി ഒരു കാര്യം വളരെ പ്രസക്തമായി പറഞ്ഞിരുന്നു. ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതം അല്ല. ഇത് അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാം. അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങള് തുടങ്ങി ആർക്കൊക്കെ പറയാമോ അവരെല്ലാം പറഞ്ഞതിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം, മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണം, അതുപോലെ തന്നെ UDF ഇക്കാര്യത്തിൽ മാപ്പ് പറയണം. കൂട്ടത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ എന്താ, ഞങ്ങൾ തുടർഭരണത്തിലേക്ക് പോവുകയാണ്, അതിന് വഴിയിട്ടിരിക്കുകയാണ് ഈ കോടതി വിധി. അന്ന് UDFും അതുപോലെ മറ്റ് പ്രതിപക്ഷ നേതാക്കളും നിരീക്ഷകരും ഒക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ SFIയുടെ റിപ്പോർട്ട് വരട്ടെ, ഒരു ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വിധി അടിസ്ഥാനത്തിൽ അത് നീണ്ടുപോവുകയാണ്, ആ റിപ്പോർട്ടിലൂടെ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് വന്നു. അപ്പോൾ ഇന്ന് APCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളത് ഒരാഴ്ച മുമ്പ് ഇവർ പറഞ്ഞതൊക്കെ വൃഥാവിലായില്ലേ ഒന്നത്. ഇതിന്റെ കാരണം എന്താണ്? 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടെന്നാണ് CPM ആദ്യം പറഞ്ഞിരുന്നത്. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട് പിന്നീട് പാർട്ടി ഏറ്റെടുത്തല്ലേ ഈ പാർട്ടി പുലിവാലി പിടിച്ചത്. പാർട്ടി കോൺഗ്രസ് മധുരയിൽ വളരെ ഭംഗിയായി നടക്കുമ്പോൾ ഏക മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും സീനിയർ നേതാവ്, തുടർഭരണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ പ്രതിനിധികളെ ഇവരൊക്കെ പങ്കെടുക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ അവസ്ഥ എന്താ നാളെ? ഇതിൽ 3-4 കാര്യങ്ങൾ വളരെ പ്രസക്തമല്ലേ. ഒന്നാമത്തെ കാര്യം, ഇതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിന്റെ കണ്ടെത്തലാണ്. ഇതൊരു ആരോപണമല്ല, ഇത് ആരും ഉന്നയിച്ച ആരോപണമല്ല. 1,72,00,000 രൂപ എങ്ങനെ വന്നു എന്ന്, വീണയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം, സേവനം ചെയ്യാത്തതിന് എങ്ങനെ പണം വന്നു എന്നുള്ളൊരു വസ്തുതയാണത്. പിന്നെ കുറെ 182 കോടി രൂപയുടെ അഴിമതിയുണ്ട്. അതിൽ കുറെ കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒക്കെ നേതാക്കളുടെ പേരുണ്ട്. ഒക്കെ ശരി, അവര് പറഞ്ഞ് ഞങ്ങളൊക്കെ തന്നെയാണ് ഇന്ന ആൾക്കാരെ, ഞങ്ങളൊക്കെ പണം വാങ്ങിയതിന് റെസിറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അപ്പോഴവരുടെ ചോദ്യം ബാക്കി വന്നു, ആരാണ് PV? അതിന് ഉത്തരവിന്നേ വരെ പറഞ്ഞിട്ടില്ല. അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ SFIO അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കർണാടക ഹൈക്കോടതിയിലെ വീണ ഒരു ഹർജി കൊടുത്തിരുന്നു. അത് അന്ന് സ്റ്റേ ചെയ്തു. പിന്നെ അത് ആദ്യ ഹർജി തള്ളിക്കളഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പാർട്ടി ഒരു നിലപാടെടുത്തു. എന്താണ് ആ നിലപാട്? മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഇവിടെ റിജു ലൂക്കോസ് പറഞ്ഞ പോലെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ശരിയാണോ? കാരണം അങ്ങനെയാണെങ്കിൽ SFIയുടെ റിപ്പോർട്ട് ഇന്ന് വന്നപ്പോൾ, ആ റിപ്പോർട്ട് വന്നതിന്റെ ആ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നല്ലോ. ആ റിപ്പോർട്ട് വന്നപ്പോൾ അവിടെ ഏതാണ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കെ ഈ റിപ്പോർട്ട് കൂടെ വന്ന സ്ഥിതിക്ക് ഇതിൽ പ്രതിപക്ഷം എന്ത് കഴിച്ചു? AK ആന്റണിക്ക് എന്തിനാ വലിച്ചിഴക്കുന്നത്? കരിമണൽ ഖനനത്തിന് ഉമ്മൻചാണ്ടിയോ AK ആന്റണിയുടെയോ VS അച്യുതാനന്ദന്റെ കാലത്തൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ അന്നൊന്നും ഇങ്ങനത്തെ ഒരു വസ്തുത കണ്ടെത്തിയിട്ടില്ലല്ലോ ആരും. ചെയ്യാത്ത സേവനത്തിന് എങ്ങനെ കൈപ്പറ്റി എന്നുള്ളൊരു വസ്തുത കണ്ടെത്തിയില്ലല്ലോ. ആ വസ്തുതയെക്കുറിച്ചല്ലേ അന്വേഷണം. ആ വസ്തുതയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നല്ലേ സാധാരണ പറയുക. ഇവിടെ പാർട്ടി എന്തുകൊണ്ടാണ് പെട്ടുപോയത്? പാർട്ടി കേസ് അങ്ങ് ഏറ്റെടുത്തു. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വന്ന കേസിന്റെ പാർട്ടി ഏറ്റെടുത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ കേസ് പാർട്ടി ഏറ്റെടുത്തത്? അപ്പൊ നാളെ പാർട്ടി ഉത്തരം പറയണം. ഇവിടെ ഞാനിതിൽ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പാർട്ടിക്കേറ്റ ക്ഷതമാണ്. കാരണം പാർട്ടിയാണ് ഈ കേസ് ഏറ്റെടുത്തത്. അങ്ങനെ പാർട്ടി കേസ് ഏറ്റെടുക്കുമ്പോൾ ഈ CPM നേതാക്കളൊന്ന് ആലോചിക്കണമായിരുന്നു അഭിലാഷേ. അതായത് ഞാൻ ഒറ്റ പറഞ്ഞു നിർത്താം. ഒരു ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് വന്നത്. ആ നിരീക്ഷണം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്നും കുഴൽനാടൻ MLA സ്ഥാനം ഒഴിയണമെന്നും പറഞ്ഞ പാർട്ടിയുടെ നേതാക്കളും മന്ത്രിമാരും അവര് നാളെ ഈ കാര്യത്തിൽ പറയുന്ന സമീപനം എന്താണ്? ഇവിടെ ആരോപണമല്ലല്ലോ അഭിലാഷേ.
ഇതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിന്റെ കണ്ടെത്തലല്ലേ? ആ കണ്ടെത്തലിന് അതിന് മറ്റേ നിയമപരമായ നടപടിക്ക് വിധേയമാവുക എന്നുള്ളതല്ലാതെ ഇതിലിപ്പോ ആർക്കെതിരല്ല. ഒരു മുഖ്യമന്ത്രിയുടെ മകളെ ആരും തേജോധം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് മുഖ്യമന്ത്രിയുടെ മകളാകുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കിട്ടും. അതുകൊണ്ടാണ് നിയമസഭ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്പീക്കറോട് എന്താ പറഞ്ഞത്? അങ്ങിത് കാണുന്നില്ലേ, എന്തും വിളിച്ചു പറയാവുന്ന ഇടമാണോ നിയമസഭ എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ എന്തിനായിരുന്നു? അതൊക്കെ ചോദ്യങ്ങളുള്ളൂ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പാർട്ടിയാണ് തയ്യാറേണ്ടത്. മധുരയിലെ എം വി ഗോവിന്ദ മാഷ മറുപടിയാണ് നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി എന്തായാലും മറുപടി പറയില്ലല്ലോ.